ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വൻ ശക്തിയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ. കത്തിയമർന്ന നെരിപ്പോട്, പൊട്ടിയ ജനാല ചിലകൾക്കിടയിലൂടെ ഓടിക്കയറുന്ന ശീതക്കാറ്റ്, തണുപ്പിൽ വിശന്നു തളർന്നുറങ്ങുന്ന ഭാര്യയും കുഞ്ഞുങ്ങളും, ഇളകിയാടുന്ന മേശയ്ക്കുമേൽ മണ്ണെണ്ണ വിളക്കിൻ്റെ ഇത്തിരി വെട്ടത്തിൽ അയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ ജാതകം മാറ്റിയെഴുതുന്ന കുറിപ്പുകളായിരുന്നു. പണം മുടക്കുന്ന മുതലാളിയെപ്പോലെ തന്നെ തൊഴിലെടുക്കുന്ന തൊഴിലാളിയും വ്യവസായത്തിൽ പങ്കാളികളാണ്. ലാഭത്തിന് അവനും അവകാശിയാണ്. മുതൽ മുടക്കുന്നവൻ ജീവിക്കാൻ വേണ്ടി തൊഴിൽ വിൽക്കുന്നവനെ ചൂഷണം ചെയ്യരുത്. ഇതായിരുന്നു ആ ജർമ്മൻകാരൻ്റെ കുറിപ്പുകളുടെ രത്നച്ചുരുക്കം. അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടവരോട് അയാൾ പറഞ്ഞു, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വിങ്ങലുകൾ മാത്രം. ആ മനുഷ്യൻ്റെ പേരാണ് കാൾ മാർക്സ്. 1848 ജർമ്മൻകാരനായ മാർക്സ് ഇത് പറഞ്ഞപ്പോൾ അതൊരു ഭ്രാന്തൻ്റെ സ്വപ്നങ്ങളായേ ആളുകൾ കരുതിയുള്ളൂ. വർഷങ്ങൾക്കു ശേഷം ഇല്ലനോവിച്ച് ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിലെ ജനങ്ങൾ സാർ ചക്രവർത്തിയുടെ കിരീടം ഊരി വാങ്ങിയപ്പോൾ ചരിത്രം അതിനെ റഷ്യൻ വിപ്ലവം എന്ന് വിളിച്ചു. കാലം 1917. ലെനിനും സ്റ്റാലിനും ചേർന്ന് റഷ്യയെ ഉടച്ചു വാർത്ത് സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ചു. ആ തൊഴിലാളി വർഗത്തെ എതിർക്കാൻ ലോകത്തിൽ വൻ ശക്തികൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ ലോകമഹായുദ്ധങ്ങളോടെ എതിർത്തവർക്കെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ചങ്ങാതിമാരായി മാറേണ്ടി വന്നു. സോവിയറ്റ് യൂണിയൻ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാനാകാത്തതായി ഒരു വൻ ശക്തിയായി അവർ വളർന്നു. ബഹിരാകാശം വരെ കീഴടക്കി. ശാശ്വതമായി നിലനിൽക്കാൻ കാലം ഒന്നിനെയും അനുവദിക്കാറില്ലല്ലോ. സോവിയറ്റ് യൂണിയനും ഒടുവിൽ ചിതറി. നാളത്തെ ലോകം എന്തായിരിക്കും? ഒരു നെരിപ്പോട് പോലെ അമേരിക്ക ചിതറിത്തെറിച്ച റഷ്യ, ഒരു കാൽ കമ്മ്യൂണിസത്തിൽ ചവിട്ടി മറുകാൽ മുതലാളിത്തത്തിൻ്റെ കമ്പോള രാഷ്ട്രീയത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈന, പിന്നെ കൊച്ചു കൊച്ചു മോഹങ്ങളുള്ള കുറേയേറെ രാജ്യങ്ങൾ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച യാഥാർത്ഥ്യമാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഒരിക്കലും മാറ്റം വരാത്ത മറ്റൊരു മഹാ സാഹിത്യവും തകർന്ന സോവിയറ്റ് യൂണിയനെ ആർക്കും മറക്കാനോ മറയ്ക്കാനോ കഴിയില്ല. പ്രസ്ഥാനങ്ങൾ തകരുന്നു, ആശയങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. റഷ്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള രേഖ AD 1111 രചിക്കപ്പെട്ടു. ഉക്രൈനിലെ കീവിലാണത്രേ ഇത് രചിക്കപ്പെട്ടത്. പ്രൈമറി ക്രോണിക്കിൾ എന്ന ചരിത്രരേഖ ആധികാരിക രേഖയായി അംഗീകരിച്ചിരുന്ന ചരിത്രകാരന്മാർ റഷ്യ എന്ന പേരുണ്ടായത് വാറങ്കിയൻ റൂസസ് എന്ന പേരിൽ നിന്നാണെന്ന് കരുതുന്നു. പ്രൈമറി ക്രോണിക്കിൾ അനുസരിച്ച് വാറങ്കിയൻ റൂസസ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു റൂറിക്. റൂറിക്കിൻ്റെ നേതൃത്വത്തിൽ നോർവേ ഗൊറാദ് കേന്ദ്രമാക്കി ഭരണം നടന്നു. കാലക്രമേണ ആ പ്രദേശം റൂസുകളുടെ നാട് എന്നറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ ചില ചരിത്രകാരന്മാർ പ്രൈമറി ക്രോണിക്കിളിനെ അംഗീകരിച്ചിരുന്നില്ല. സ്ലാവുകൾ വൈക്കിങ്ങുകളെ ഭരിച്ച് ക്ഷണിച്ചു എന്ന കാര്യം അവർ തള്ളിക്കളയുന്നു. ആദ്യകാല സ്ലാവുകളുടെ പേരായിരുന്നു റൂസ്. അതിൽ നിന്നാണ് റഷ്യ എന്ന് പേരുണ്ടായതെന്നാണ് ഈ ചരിത്രകാരന്മാരുടെ വാദം. ചരിത്രം നൽകുന്ന തെളിവുകൾ അനുസരിച്ച് റഷ്യയിലെ പ്രാചീന ജനവിഭാഗ സ്ലാവുകൾ 9-10 നൂറ്റാണ്ടുകളിൽ കീവൻ റൂസ് എന്ന രാജ്യം സ്ഥാപിച്ചു. കീവൻ റൂസാണ് ഇന്നത്തെ ഉക്രൈനിൻ്റെ തലസ്ഥാനമായ കീവ്. കീവൻ റൂസിന് ചുറ്റും നിരവധി രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെ ആദ്യകാല റഷ്യയുടെ ഭാഗമായി കണക്കാക്കാം. 10-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ പ്രബല രാജ്യമായി നിലകൊണ്ട കീവൻ റൂസിനെ 1240 മംഗോൾ സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാൻ്റെ പേരക്കുട്ടിയായ ബാട്ടു ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ റഷ്യ മംഗോൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. എന്നാൽ 1380 ദ
മിത്രി രാജകുമാരൻ ഡോൺ നദിയുടെ തീരത്ത് വച്ചുണ്ടായ കൂലിക്കോവ് യുദ്ധത്തിൽ മംഗോളുകളെ തോൽപ്പിച്ച് റഷ്യയെ സ്വതന്ത്രമാക്കി. പക്ഷേ 1382 മംഗോളുകൾ റഷ്യയെ തിരിച്ചുപിടിച്ചു. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വെറും നാട്ടുരാജ്യമായിരുന്ന മോസ്കോ പിന്നീട് പ്രബല രാജ്യമായി വളർന്നു. 1462 മുതൽ 1505 വരെ മോസ്കോ ഭരിച്ചിരുന്നത് ഈവാൻ മൂന്നാമൻ എന്ന ചക്രവർത്തിയാണ്. മോസ്കോയെ ടാറ്റുകളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചത് ഈവാൻ മൂന്നാമനാണ്. കൂടാതെ മറ്റു നാട്ടുരാജ്യങ്ങളെ ചേർത്ത് മോസ്കോയെ തലസ്ഥാനമാക്കിയാണ് ഈവാൻ നാലാമൻ ഭരിച്ചത്. പടിഞ്ഞാറൻ സൈബീരിയ ഒരു സൈനിക നീക്കത്തിലൂടെ ഇദ്ദേഹം പിടിച്ചടക്കുകയും ചെയ്തു.